ആദ്യം അത് കത്രികയല്ല, മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് എറർ വരും. സോഷ്യൽ മീഡിയയിലാണ് ആരെങ്കിലുമൊക്കെ വന്ന് ഇതുപോലെ വന്ന് അവരാണിതെല്ലാം അവരങ്ങ് ഓരോന്ന് പറയുകയാണ്. കാരണം മറ്റേ ആളുടെ കേൾക്കത്തില്ല, പറയുന്ന ഞങ്ങൾ ഫലിപ്പിക്കുകയാണ്. അതായത് ഡോക്ടർ പർപ്പസ്ഫുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ചു എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞങ്ങ് ഫലിക്കുകയാണ്. ഒരാളെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരേ കാര്യം തന്നെ അത് 100ഉം 50ഉം വീഡിയോകളൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അവർ ആ നെഗറ്റീവ് വാല്യൂവിൻ്റെ ഇത് തീരുന്നവരെ പുള്ളിയുടെ ഇൻകം നിലനിർത്തുക എന്നുള്ളതാണ്. പാലെന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, കോമൺലി അവൈലബിൾ ആയിട്ടുള്ള വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരമാണ്. അത് നമുക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഏത് അസുഖമുള്ള ആൾക്കും നമുക്ക് കഴിക്കാം. അതിൽ ധാരാളം പ്രോട്ടീനുണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, അയൺ ഉണ്ട്, എല്ലാം ഉള്ള ഒരു നല്ല ആഹാര പദാർത്ഥമാണ് ഈ റെഡ് മീറ്റ്. പക്ഷേ റെഡ് മീറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് എല്ലാത്തിനും അത് അമിതമായാൽ അമൃതം വിഷം എന്നുള്ളതാണ് ഇവിടെയും പ്രശ്നം. ഈ പൊറോട്ട ക്യാൻസർ ഉണ്ടാക്കുമോ സർ? പൊറോട്ടയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഷുഗർ മാത്രമേ ഉള്ളൂ. പൊറോട്ട നമുക്ക് സേഫായിട്ട് കഴിക്കാം. ഇന്ത്യയിൽ തന്നെ എടുത്താലും ഏറ്റവും ചീപ്പായിട്ടുള്ള മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്തിനാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ പ്രോഫിറ്റും കൂടെ കിട്ടണം എന്നുള്ളതുകൊണ്ടല്ലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജനം വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇതിങ്ങനെ പതിയെ ഇതൊരു ബിസിനസ് മോഡലിലേക്ക് മാറ്റിക്കൊണ്ടുവരികയാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഡോക്ടേഴ്സ് എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സർജിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. മലയാളികൾ ഏറ്റവും കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ കൂടിയാണ് ജോജോ സാറ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ഒരുപാട് ക്യാൻസറിനെതിരായിട്ടുള്ള നിലനിൽക്കുന്ന മിത്തുകളെല്ലാം പൊളിച്ചടുക്കിയാണ് ഡോക്ടർ പറയാറുള്ളത്. ഭയങ്കര വൈറലാണ്. ഓരോ ബൈറ്റും ഇസ് ലൈക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. കാരണം ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ ഡോക്ടറെ നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. കേരളം ക്യാൻസർ ക്യാപിറ്റലായി മാറുന്നു എന്ന വാർത്തകളാണ് എങ്ങും കാണുന്നത്. ശരിക്കും കേരളം അത്രയും ഒരു ഭീകരാവസ്ഥയിലാണോ സർ പോകുന്നത് ക്യാൻസറിന്റെ കാര്യത്തിൽ? ക്യാൻസർ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാൻസറിൻ്റെ കാര്യം എടുക്കാം. നമ്മൾ ഏത് അസുഖം, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇൻഫെക്ഷൻസ്, അതായത് മലേറിയ, കുഷ്ഠം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു, ഓൾമോസ്റ്റ് ഇല്ലാതാവുന്നു. ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടി വരുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതായത് ക്യാൻസർ, ഡയബറ്റീസ്, ഹൃദ്രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊരു ഫാക്റ്റാണ്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിന് ആദ്യം എന്തുകൊണ്ടാണ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ പറയാം. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം അതൊരു ലൈഫ് സെൻറ്റൻസ് ആണ്. അതായത് മരണം ഈക്വൽ ടു മരണം എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടും അതുപോലെ എക്സ്പെൻസീവാണ് ചികിത്സ എന്നുള്ളൊരു ധാരണയുണ്ട്. പണ്ടത് ശരിയായിരുന്നു, ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമായിരുന്നു, നമുക്ക് ചികിത്സയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മറ്റേത് അസുഖം പോലെയും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈവൻ ലേറ്റ് സ്റ്റേജ് ആണെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുത്താൽ ദീർഘകാലം നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ അറിവില്ലായ്മ കൊണ്ടാണ് ആൾക്കാർക്ക് ഇത് പേടിയും ഭയവും, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. അപ്പം മരണം വരുന്നു എന്നുള്ളൊരു അവരത് ഡിക്വേറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ക്യാൻസർ ക്യാപിറ്റൽ എന്നുള്ളത്. അത് നമ്മളുടെ നമ്പർ ഓഫ് ഡിസീസസ് കൂടി വരികയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളവും ത്രിപുരയാണ് ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത്. അത് എക്സാക്ട്ലി ആ നമ്പർ ശരിയാണോന്ന് അറിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ സ്റ്റേറ്റിൽ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത് ഇത്രയൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിശ്വസിക്കുക ശരിയാണ്. പല കാരണങ്ങളാണ് അതിനുള്ള ക്യാൻസർ കൂടുതലുണ്ടായ കാരണം. ഒന്ന്, നമ്മുടെ ആയുസ് കൂടി. ഇപ്പോൾ നമുക്ക് ഇന്ത്യ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം നോക്കുക, 1947. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി, ഞാനൊരു 30 വയസ്സും ഇയാളൊരു 35 വയസ്സും, അതാണ് നമ്മുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതിനുശേഷം നമ്മൾ ജീവിക്കുക എന്നുള്ള ലക്കായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരാൾ ഈ 2026 ഒരു കുട്ടി ഉണ്ടായാൽ അയാളുടെ മെയിലാണെങ്കിൽ അവൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി 82 വയസ്സാണ്. ഫീമെയിലാണ് അതിലും കൂടുതൽ വരും. അതാണ് നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏത് അസുഖവും കൂടി വരുന്നത് നമ്മളുടെ പ്രായം കൂടുമ്പോഴാണ്. അതായത് ചെറുപ്പത്തിലല്ല അസുഖങ്ങൾ വരുന്നത്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഫാക്ടർ നമ്മൾ കൂടുതലായി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസം. നമുക്ക് എക്സസൈസ് ഇല്ല, നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ശൈലി മാറി. അപ്പോൾ ഈ 2 കാരണങ്ങളും, പിന്നെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ്
ഈ ക്യാൻസറും ബാക്കി എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടുന്നതും കേരളം ഒരു ക്യാൻസർ ക്യാപിറ്റലായി മാറുന്നു. പിന്നെ ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം അബ്ഡോമിനിൽ നിന്ന് സിസേഴ്സ് കിട്ടി എന്നൊരു വാർത്തയാണ്. ബീയിങ് എ ഡോക്ടർ, ശരിക്കും ഒരു സർജിക്കൽ സേഫ്റ്റി നമ്മുടെ കേരളത്തിലുണ്ടോ സർ? സർജിക്കൽ സേഫ്റ്റി അത് ആദ്യം അത് കത്രികയല്ല, അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹീമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ഒരു ചെറിയ അവയവമാണ് അത്. ആദ്യമേ പറയട്ടെ, അതൊരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടുള്ളതല്ല. അതൊരു നെഗ്ലിജൻസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അത് നമുക്ക് നടക്കാൻ പാടുള്ള കാര്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുകയോ ഒന്നുമല്ല. എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതൊരു എന്താ പറയുക, മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ എന്ത് സർജറി എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് എറർ വരും. അത് മലയാളി ചെയ്യുന്നതുകൊണ്ടോ കേരളത്തിൽ ചെയ്യുന്നതുകൊണ്ടോ ഗവൺമെൻറ് ആശുപത്രി ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ എടുത്തിട്ട് റീറ്റെയിൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെ റീറ്റെയിൻഡ് സർജിക്കൽ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇത് വേൾഡ് ഓവർ എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ആരും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഈ സർജറി എന്ന് പറയുന്ന ഒരു ടീമാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ അല്ലെങ്കിൽ സർജൻ എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ ക്യാപ്റ്റനാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാണ്. എന്ത് സംഭവിച്ചാലും ഹീ ഈസ് റെസ്പോൺസിബിൾ. കാരണം പേഷ്യൻ്റ് പുള്ളിയുടെ ഉത്തരവാദിത്തത്തിലാണ് സർജറിക്ക് വേണ്ടി ചെല്ലുന്നതും അകത്ത് ചെല്ലുന്നതും ചെയ്യപ്പെടുന്നത്. ബട്ട് ഇത് ഒരാൾ തന്നെ വിചാരിക്കുന്ന ഒരു ടീമിൻ്റെ കാര്യമാണ്. അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ സർജിക്കൽ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. ഈ റീറ്റെയിൻ സർജിക്കൽ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ലോകത്തിലെ കണക്കനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ അല്ല എന്ന് വിചാരിച്ച് കേരളം വിടുക. നമ്മുടെ അമേരിക്ക എടുക്കുക. അമേരിക്കയാണല്ലോ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയും പ്രോട്ടോകോൾസുകൾ. അവിടെ പോലും 1 in 10,000 അല്ലെങ്കിൽ 1 in 7,000 വരെ വരുന്നുണ്ട്. അബ്ഡോമിനൽ സർജറി ആണെങ്കിൽ 1 in 500 വരെ ചിലപ്പോൾ വന്നേക്കാമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ വരെയും ഡോക്ടർ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ അതാണ് എന്ന് പറയും. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഈ പറഞ്ഞ റീറ്റെയിൻ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്നോ റീറ്റെയിൻ സർജിക്കൽ ബോഡി എന്നോ അടിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ ഈ യഥാർത്ഥ അവസ്ഥയാണ്. അപ്പം ഇത് ഒരു എന്താ പറയുക, നമ്മൾ വിൽഫുള്ളി ചെയ്യുന്നതല്ല. ഇതൊരു ഹ്യൂമൻ എററാണ്. നമ്മൾ മനുഷ്യന്മാർ തന്നെത്താൻ ചെയ്യുന്നത് ഒരിക്കലും 100% പെർഫെക്റ്റ് ആകത്തില്ല. പക്ഷേ അതുണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നത് നമ്മളൊരു റോക്കറ്റ് വിടുമ്പോഴാണ് ഏറ്റവും ക്രോസ് ചെക്ക് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള നമ്മുടെ എയർപ്ലെയിൻ അതിൻ്റെ അത് പറത്തുന്ന രീതിയിലാണ് എപ്പോഴും ക്രോസ് ചെക്ക്. നമ്മൾ എയർപ്ലെയിൻ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ എയർഫോഴ്സിൽ നിന്ന് എല്ലാ ദിവസവും നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്നവരാണെങ്കിലും എല്ലാ ചെക്കിങ്ങും. അതുപോലെ തന്നെയാണ് ഒരു സർജിക്കൽ ടെക്നിക്ക് നടക്കുന്നത്. ഇപ്പം ഞാനൊരു 25 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റാഫുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ദിവസം സർജറിയാണ്. സർജറി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയും, ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്. ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്ന സർജറിയുടെ പേര് പറയണം. ഞാൻ ചെയ്യാൻ പോകുന്ന സർജറിയുടെ സൈഡ് പറയണം. അതുപോലെ വളരെ കൃത്യമായ ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ക്രബ് നേഴ്സും അതായത് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന നേഴ്സും അത് ചെക്ക് ചെയ്യുന്ന ഫ്ലോറിലുള്ള നേഴ്സുമാണ്. അപ്പോൾ നമ്മൾ സർജറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യമുണ്ട്, കൗണ്ട്സ് കറക്റ്റ് എന്ന് പറയുമ്പോൾ അവരത് കൗണ്ട് ചെയ്തതിന് ശേഷം കൗണ്ട്സ് കറക്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മളത് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അപ്പോൾ ലോങ് സർജറിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കറിയാലോ, എല്ലാ സ്ഥലത്തും ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കത്തില്ല. നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയും നമ്മളെല്ലാ ഫെസിലിറ്റിയും വേണം. പക്ഷേ നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ ഇപ്പോൾ നമ്മൾ റോഡ് സേഫ്റ്റി എല്ലാം വേണമെന്ന് പറയും. നമ്മുടെ ഒരു ഹൈവേ വരുന്നത് ഇപ്പോഴാണ്, 6 റോഡ്. അതുപോലെ നമുക്ക് ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ഈ സെക്യൂരിറ്റി. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇത് നടക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ധാരണയും വരുന്നുണ്ട്. അതും വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ നോക്കുക, ഇപ്പം ഒരു വർഷം കേരളത്തിൽ ഒരു 5 ലക്ഷത്തിനടുത്ത് സർജറി നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ 2 ഇൻസിഡൻ്റാണ്. ഇപ്പോൾ ഇത് ആരും മറച്ചു വെക്കത്തില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ന്യൂസ് ആകുമല്ലോ. 2 ഇൻസിഡൻ്റാണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് 5 വർഷം 25 ലക്ഷത്തിനിടയ്ക്ക് 2 എണ്ണമാണ്. അപ്പോൾ അത് ഒരിക്കലും ഇത് പ്രോപ്പറായിട്ട് ഇത്രയും ഒരു സെൻസേഷണലൈസ്ഡ് ആയിട്ട് ഇത് വരുമ്പോഴത്തേക്കും ജനത്തിൻ്റെ ഇടയ്ക്കിലേക്ക് ഇവർ ഭയം കൊടുക്കുകയും അതുപോലെ തന്നെ ഡോക്ടർമാരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇതൊരു സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് ഉണ്ടായാൽ, ഇതിന് ഡിറ്റക്റ്റഡ് ആയാൽ അവർക്ക് ഡിറ്റക്ട് ചെയ്യാനും അതിന് പരിഹരിക്കാനും ഒക്കെ നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ഈ സാർ പറഞ്ഞ പോലെ ആ ഒരു ഇൻസ്ട്രുമെന്റുമായിട്ട് 5 വർഷം ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 വർഷം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ സാർ? ഇവർ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലല്ലേ അറിയുള്ളൂ.
കാരണം ഒരു എക്സ്റേ എടുത്തെങ്കിലേ ഇത് കാണാൻ പറ്റുള്ളൂ. മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ വഴി ഇമേജ് വഴി ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ബോഡിക്ക് അകത്ത് കയറി ഒരു ഹ്യൂമൻ എറർ, ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയില്ല, അവിടുത്തെ ഒരു സർജിക്കൽ ടീമിന്റെ എറർ കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇൻസ്ട്രുമെന്റ് അറിയാതെ പെട്ടുപോയി. അപ്പൊ സാർ ഈ വേദന ഇതെങ്ങനെയാണ്, ഇത് ആദ്യത്തെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സയൻസ് ഇത് എന്തായിരിക്കും? സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലേ, ഇതെല്ലാം ക്ലീൻ സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇത് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. ഓ. ഇപ്പം നമ്മൾ കത്രികയാണ്, ബ്ലേഡാണ്, ഇപ്പം അങ്ങനെ വല്ലതൊക്കെയാണ് പോയെങ്കിൽ അവിടെ മുറിവുണ്ടാകുക ഇത് പറയും. ഇതൊരു ബ്ലണ്ട് ഇൻസ്ട്രുമെന്റ് ആണ്, അത് ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ല. അത് നമ്മുടെ എന്തൊരു സാധനം അകത്ത് ഇരിക്കുന്ന പോലെ അത് അവിടെ ഇരിക്കും എന്നുള്ളൂ. അപ്പം അതാണ് അന്നാ ഡോക്ടർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് അതിന് ഡോക്ടറെ എല്ലാവരും എടുത്തിട്ട് പഞ്ഞിക്കിട്ട്. അപ്പോൾ അത് ഈ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ സിംറ്റംസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ അറിയില്ല. കാരണം നമ്മൾ പല സാധനം പോലെ അത് അവിടെ അവിടെ അങ്ങിരിക്കും. അല്ല, ഈ പറഞ്ഞ ആള് ഈ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഉള്ളിലുള്ളത്. എത്ര കാലം വരെ ഇതങ്ങ് ഇരിക്കുവോ സാർ ഇങ്ങനെ സാറ്? ഈ നമുക്കത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഈ സർജിക്കൽ നമ്മൾ പഞ്ഞിയൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഉം. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൽ ഇൻഫെക്റ്റഡ് സാധനമാണ്. അപ്പോൾ അതവിടെ പഴുപ്പുണ്ടാക്കും, നീരുണ്ടാവും, വേദന ഉണ്ടാവും. ആ, ഇതൊരു സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ് ആണ്. അല്ലെങ്കിൽ ഇത് ഷാർപ്പ് എഡ്ജോ വല്ലതും ഉള്ളതാണെങ്കിൽ ഇത് എവിടെയെങ്കിലും കുത്തി കയറുമോ, മുറിവൊക്കെ ഉണ്ടാവുള്ളൂ, ഉണ്ടാവുള്ളൂ, വേദന വരുള്ളൂ വേദന നമുക്ക്. വരുള്ളൂ. അല്ലാതെ അതവിടെ കിടക്കും, വെറുതെ കിടക്കും, അതിന് ചുറ്റും ബാക്കിയുള്ള എല്ലാം പോയി കവർ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് സിംറ്റംസ് ഒന്നും ഉണ്ടാവാത്തത്. പക്ഷേ ഇത് ഉണ്ടാവണമെന്നോ ചെയ്യരുതെന്നോ അല്ല, ചെയ്യണമെന്നോ അല്ല നമ്മൾ, ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഉം. ഹ്യൂമൻ ഇതാണ്. അപ്പോൾ 100% ഇതൊരു സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് വളരെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകളുള്ളത്. നമ്മളൊരു സർജറി ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ. ഇതിനകത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇൻടാക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ടീം ക്യാപ്റ്റൻ തെറി മേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ഡോക്ടർക്ക് എല്ലാവരും കൂടെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ ആസ് ഒരു ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവിധ ഇതും പോയാലും ആ ടീം മൊത്തമായിട്ട് ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും സ്റ്റാഫ് ഇല്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ട്രെയിൻഡ് അല്ലാത്തൊരു സ്റ്റാഫ്, ഇപ്പോൾ നമ്മുടെ നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേൺ ഓവറാണ്. ഇപ്പോൾ ഒരാൾ വന്നൊരു 3 മാസം കഴിയുമ്പോൾ അവർ സ്ഥലം വിടും, കാരണം വിദേശത്തേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പോൾ ഇതൊരു സിസ്റ്റം പ്രോപ്പറായിട്ട് നമ്മൾ റൺ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ എറേഴ്സ് സംഭവിക്കില്ല എന്ന് ഞാൻ പറയത്തില്ല. എത്ര നമ്മൾ കാണിച്ചാലും മനുഷ്യൻ പ്രവർത്തിക്ക് എറർ ഉണ്ടാവും. പക്ഷേ എറർ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനം സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും 100% ഫുൾ പ്രൂഫായിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ റോക്കറ്റ് പോലും നമുക്ക് വിടാം, ഇത്രയും ക്രോസ് ചെക്ക് ചെയ്യുന്ന റോക്കറ്റ് പോലും പലപ്പോഴും ഫെയിൽ ആയി പോകും, ഇത്രയും പെർഫെക്റ്റ് ആണ്. അതുപോലെ അതേ ഈക്വലൻ്റാണ് നമ്മുടെ ഈ വിമാനത്തിൻ്റെ അതേ ചെക്ക് ലിസ്റ്റുകളാണ് സർജിക്കൽ ഇതിനും ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ പല ലിമിറ്റേഷൻസ് കൊണ്ടും പലപ്പോഴും അതുപോലെ ഹ്യൂമൻ എറേഴ്സും സംഭവിക്കും. പക്ഷേ സംഭവിക്കാൻ പാടില്ല, അത് നേരത്തെ കണ്ടുപിടിക്കാൻ സംഭവിച്ചാൽ അതിനുള്ള സിസ്റ്റവും ചെക്കപ്പും ഉണ്ട്. പക്ഷേ ഇതൊരിക്കലും സെൻസേഷനലൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്ക് ആ ചികിത്സയോടുള്ള ഭയം വർദ്ധിപ്പിക്കുക, ഡോക്ടറോടുള്ള വിശ്വാസക്കുറവുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മീഡിയ ഇത് ചെയ്തു വയ്ക്കുക. ഇപ്പോൾ ഈ ഇപ്പോൾ ഇത് മെയിൻ മീഡിയ ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ സാറിന് സോഷ്യൽ മീഡിയയിലാണ് ആരെങ്കിലുമൊക്കെ വന്ന് ഇതുപോലെ വന്ന് അവരാണിതെല്ലാം അവരങ്ങ് ഓരോന്ന് പറയുകയാണ്, മറ്റേ ആളുടെ കേൾക്കത്തില്ല, പറയുന്നങ്ങ് ഫലിപ്പിക്കുകയാണ്. അതായത് ഡോക്ടർ പർപ്പസ്ഫുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് ഫലിക്കുകയാണ്. അപ്പം ആക്ച്വലി നഷ്ടം വരുന്ന ആർക്കാ? ജനങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ആ മെഡിസിനോട് ഒരു ഭീതി വളർത്തുകയാണ്. പക്ഷേ അതൊന്നും അല്ല സത്യം. കാരണം എല്ലാം ജനത്തിന് മുമ്പിലുണ്ട്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അതിൻ്റെ എന്തൊക്കെയാണെന്നും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു ഭീതി വളർത്തുന്ന രീതിയിൽ ഇത് പോകരുത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം, അതിനുള്ള സപ്പോർട്ട് മെക്കാനിസം, എവിടെയാണോ എററുള്ളത് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാർഗം. അല്ലാതെ ഒരു 100% ഒരിക്കലും ഇനിയും നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ചെയ്തു 100% ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഹ്യൂമൻ എറർ പോസിബിളാണ്. അത് നമ്മുടെ കേരളത്തിലുള്ളവരുടെ എല്ലാം, ഇവിടുത്തെ ഡോക്ടറുടെ ഒന്നുമല്ല, അത് ഹ്യൂമൻ എറർ ചെയ്യുന്ന എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു സോഷ്യൽ മീഡിയ ഇങ്ങനെ ഓവർ സെൻസേഷണലൈസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ, കാരണം രോഗികൾക്ക് നമുക്ക് പല ചികിത്സയോടുമുള്ള ഒരു ഭയം കൂടിക്കൂടി വരുന്നത്. സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് സാർ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? നിരവധി തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇത് പലതരം ഇതിനെക്കുറിച്ച് അറിയാത്ത, അവർക്ക് അറിയാലോ നെഗറ്റീവ് ന്യൂസിന് നല്ല വ്യൂവർഷിപ്പ് കിട്ടും. അപ്പം അറിയാലോ, വ്യൂ അനുസരിച്ചാണ് ഈ സോഷ്യൽ മീഡിയയുടെ അവരുടെ ഇൻകവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലരൊക്കെ പർപ്പസ്ഫുള്ളി ഈ നെഗറ്റീവ് വാർത്ത ഓടുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ന്യൂസ് എടുത്ത് വെച്ചാൽ ഇതിനൊക്കെ ചെറിയ ന്യൂസുകൾ വെച്ച് 60-70 വീഡിയോ ചെയ്യും.
അപ്പോൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? അതായത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ ഡോക്ടർ അവർ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. എത്രയോ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഓക്കെ, ഞാൻ പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്നത്, ഒരു ഗവൺമെൻറ് സെക്ടറിൽ അവരുടെ ശമ്പളം കൊണ്ട് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാർ എത്രയോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല, ഇത് ഹ്യൂമൻ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ബട്ട് ഇതൊരു ഹ്യൂമൻ എററാണ്. അപ്പോൾ അത് എല്ലാ മനുഷ്യൻ ചെയ്യുന്ന എഴുതാൻ സംഭവിക്കുന്ന കാര്യമാണ്. ആ എറർ ഉണ്ടായാൽ അതിന് നിയമം അനുശാസിച്ചിരിക്കുന്ന രീതിയിലുള്ള കറക്റ്റീവ് മെത്തേഡ്സും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മളൊരു സിസ്റ്റത്തെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് പേടിയാണെന്നാണ് ഇപ്പം വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കാണ് എൻ്റെ ബെനിഫിറ്റ് വരുന്നത്? ജനത്തിനല്ലേ നഷ്ടം വരുന്നത്. അപ്പം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ബട്ട് ഇങ്ങനെ ഉണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയാണ്. അവർ വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പരത്തുകയാണ്. അപ്പോൾ ചിലരൊക്കെ വന്നിരുന്നിട്ട് ഈ നെഗറ്റീവ് വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിടത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് വാർത്ത പറയുന്നവർ വളരെ ഈ ഒരു ഹെൽത്ത് കെയർ ഒരു സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓവറായിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റിയ ഒരു വാർത്ത സാറിന് ഏതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? അതായത് അനാവശ്യമായിട്ട് ഈ ഡോക്ടേഴ്സിനെതിരെ ഈ പറഞ്ഞ ഈ ഒരു ഇൻസിഡന്റ് പോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അത് ഇത്രയും ഓവർ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സാറിന് തോന്നിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്? അത് ഇതുപോലെ തന്നെ ഈ നമ്മൾ ഡോക്ടർ കണ്ടില്ല, അല്ലെങ്കിൽ ഡോക്ടറുടെ ഈ കോംപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് എത്രയോ തവണ നിരവധി ഇപ്പം ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എറർ വന്നു, അതായത് രോഗി മരിച്ചത് ഡോക്ടറുടെ കൊണ്ടാണെന്ന് പറഞ്ഞ് പലർക്കും താങ്ങാൻ പറ്റത്തില്ല. ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു പരത്തുന്നത്. അതായത് ഡോക്ടർ പർപ്പസ്ഫുള്ളി അയാളെ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ചില ഡോക്ടർമാരൊക്കെ തകർന്ന് കൊല്ലത്തൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് അൾട്ടിമേറ്റ്ലി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. അത് അവസാനം അത് ക്ലിയർ ആയിട്ട് അന്വേഷിച്ച് വരുമ്പോൾ അതിൻ്റെ ഒന്നുമില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും 100% ഫുൾ പ്രൂഫ് ആയിട്ട് ഉണ്ടാകത്തില്ല. അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. കോംപ്ലിക്കേഷൻസ് ഒന്നും എല്ലാം ഡോക്ടർമാർ മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ആൾക്കാരെ പറയുന്നത്. അതുപോലെ അതുപോലെ അവർക്കൊരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ട്. ചില സ്പെസിഫിക് സോഷ്യൽ മീഡിയ ആൾക്കാരൊക്കെ എനിക്കറിയാം, എനിക്കെതിരെയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അതാണ് സാറ് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നല്ല രീതിയിലുള്ള അടിപിടി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതെ, പലപ്പോഴും അത് അവരുടെ ചിലർക്കൊക്കെ അത് ഒരു സാഡിസ്റ്റ് ചിന്താഗതിയോടുകൂടി ഇതിപ്പോൾ നമ്മളൊരു ന്യൂസ് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നടന്നൊരു ന്യൂസ് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഒരാളെ നശിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഒരേ കാര്യം തന്നെ അത് 100ഉം 50ഉം വീഡിയോകളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം അവർ ആ നെഗറ്റീവ് വാല്യൂവിൻ്റെ ഇത് തീരുന്നവരെ പുള്ളിയുടെ ഇൻകം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ സർക്കാർ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിനൊരു സെൻസർഷിപ്പ് വരുത്തണം. ഒരു ഡോക്ടറെ കുറിച്ച് അല്ലെങ്കിൽ ഈവൻ ഒരു ഹെൽത്ത് സബ്ജക്റ്റ് സംസാരിക്കണമെങ്കിൽ അതിനൊരു സെൻസർഷിപ്പ് സർക്കാർ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആർക്കും എന്തും പറയാം. കാരണം ഈയിടെ ഞാൻ പറഞ്ഞിരുന്നൊരു വീഡിയോയിൽ, അതായത് ആന പ്രോട്ടീൻ കിട്ടുന്ന ആനമുട്ട കഴിച്ചിട്ടാണ്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം വിചാരിക്കും ശരിയാണല്ലോ, സത്യമാണ്, ആന ഇവിടുന്ന് ആനമുട്ട കഴിക്കുന്നത്, പക്ഷേ ആന ഇത്ര സൈസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സയൻസ് അറിയാത്ത വെറുതെ തട്ടിവിടുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള ഈ ആൾക്കാരെ പറ്റിക്കുന്ന വീഡിയോകൾ ഇറക്കുന്നവർക്കെതിരെ അങ്ങനത്തെ ന്യൂസ് ഒന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരാൻ പാടുള്ളതല്ല. ഇത്രയും പറയുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സിന്റെ കാലഘട്ടമാണ്. മുറി വൈദ്യം അറിയുന്നവരൊക്കെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇന്ന ഭക്ഷണ രീതിയാണ് നിങ്ങൾ കഴിക്കേണ്ടത്, ഇത്രയും പ്രോട്ടീനാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഡയറ്റ് ചാർട്ടൊക്കെ നൽകുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സിനെ നമുക്കറിയാം. അവരെയൊക്കെ അന്ധമായിട്ട് കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് മലയാളികളും ഉണ്ട്. സോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് നൽകുന്ന ഡയറ്റ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതെ, നമ്മൾ ചിലർ നല്ല ഡയറ്റ് നൽകുന്നവരുണ്ട്. നമ്മളൊന്ന് നോക്കുക ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇവർ ഈ പറയുന്ന സബ്ജക്റ്റും ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, അത് നോക്കുക. അപ്പോൾ ഇപ്പം ന്യൂട്രീഷൻ പറയുന്നതാണെങ്കിൽ ഇയാൾ ന്യൂട്രീഷൻ സയൻസ് പഠിച്ചിട്ടുണ്ടോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ സയൻസ് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഇയാളൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണോ? അല്ലെങ്കിൽ സർജറി ചെയ്യരുത്, അല്ലെങ്കിൽ ഇതുപോലെ വെരിക്കോസ് വെയിനിന് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇയാൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുക. എന്നിട്ട് രണ്ടാമത് പറയുന്നതനുസരിച്ച് ഈ പറയുന്ന ആളുടെ പ്രത്യേക ക്വാളിഫിക്കേഷനിൽ പെട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു എനിക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യം, ഞാനൊരു സർജൻ, ഞാൻ സർജറിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാനിവിടെ വന്നിരുന്ന് ആയുർവേദ ചികിത്സയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അതുപോലെ
ഇതുപോലുള്ള ഡിഗ്രികളുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി ഉള്ളവർ എല്ലാം വന്നിരുന്ന് ഈ പിന്നെ മോഡേൺ മെഡിസിനെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം അത് അവർക്കറിയില്ല. അവരവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവര് തരുന്ന ഈ ഒരു ഡയറ്റ് പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻസറിനും ഡയറ്റിനും തമ്മിൽ മലയാളി ഫോളോ ചെയ്യുന്ന ഡയറ്റിനും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് സർ? കാരണം നമ്മൾ കഴിക്കുന്ന ഒരു കാർബ്സ് കൂടുതലുള്ള ഭക്ഷണമാണ്. ഇത് കൊണ്ടാണോ ക്യാൻസർ കൂടുതലായിട്ട് ഇപ്പൊ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഭക്ഷണ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഡയറ്റിൽ വന്ന വ്യത്യാസമാണ് ക്യാൻസർ കൂടാനുള്ളൊരു പ്രധാന കാരണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നേരത്തെ നമ്മളൊരു കാർഷിക സംസ്കാരമായിരുന്നു. അതായത് നമ്മൾ നല്ലതുപോലെ അധ്വാനിക്കും, നല്ലതുപോലെ കഴിക്കും. അതായത് നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മൾ ശരീരം യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ നമ്മളുടെ അന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനം കറി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന അരി ചോറ് വെച്ചുമൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ആ പാറ്റേൺ മാറി, നമ്മുടെ കഴിപ്പിൻ്റെ ആ സ്റ്റൈല് മാറി, നമ്മളെല്ലാം റിഫൈൻ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അതായത് അതിൻ്റെ അകത്ത് നിന്ന് തവിട് നീക്കം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കാർബോഹൈഡ്രേറ്റിനെ റിഫൈൻ ചെയ്തു. മീറ്റ് കഴിക്കുന്നത് നമ്മൾ കറി വെച്ച് കഴിക്കുന്നത് മാറ്റി അതിനെ ഹൈ ഹീറ്റ് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മീറ്റിനെ പ്രോസസ്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള, അതായത് കാർബോഹൈഡ്രേറ്റിനെ റിഫൈൻ ചെയ്തു, മീറ്റിനെ പ്രോസസ്സ് ചെയ്തു, ഫൈബർ കുറഞ്ഞു. അതായത് നമ്മുടെ പച്ചക്കറികളും മറ്റു സാധനങ്ങളും വല്ലാതെ കുറഞ്ഞു. ഒപ്പം നമുക്ക് എക്സസൈസ് ഇല്ലായ്മയായി. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള, നമുക്ക് കേരളീയർക്ക് ഈ നേരത്തെ പറഞ്ഞ നമ്മളിപ്പം നമ്മൾ കാര്യത്തിലേക്ക് വന്നു, ഈ അസുഖങ്ങൾ കൂടാനുള്ള പ്രധാന കാരണം ഡയറ്റും നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ. സർ, ഈ പാല് കഴിച്ചാൽ പാല് ക്യാൻസറിന് ഒരു കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ ഓവറായിട്ടുള്ള സാർ പറഞ്ഞ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക് ക്യാൻസർ കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇത് എന്താണ് സർ? രണ്ടും രണ്ടായിട്ട് പറയാം. പാലിൻ്റെ കാര്യം എടുക്കാം. പാലെന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, കോമൺലി അവൈലബിൾ ആയിട്ടുള്ള, വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരമാണ്. അത് നമുക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഏത് അസുഖമുള്ള ആൾക്കും നമുക്ക് കഴിക്കാം. അത് നമുക്ക് എല്ലാ അസുഖമുള്ളവർക്കും കഴിക്കാവുന്ന കാര്യമാണ്, പ്രൊവൈഡഡ് ഇത് നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസോ അല്ലെങ്കിൽ മിൽക്ക് പ്രോട്ടീൻ അലർജി ഇത് രണ്ടും ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാണ്. അതൊഴിച്ച് ബാക്കി എല്ലാവർക്കും കഴിക്കാം. പാല് കഴിച്ചാൽ ഈ ക്യാൻസർ വരുമെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഉണ്ടെന്നുള്ളതാണ് ഇവർ ഈ തൽപര കക്ഷികൾ പറഞ്ഞു വരുന്നത്. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അതുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. പക്ഷേ ഒന്നാമത് നമുക്ക് കാര്യമായ രീതിയിലുള്ള അളവിൽ ഇതിനകത്തില്ല, ഈ മിൽക്കിലില്ല. ഇനി അതുണ്ട് എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇതൊരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കുടിച്ച് വയറിനകത്തോടെ ഇരുന്ന് കഴിയുമ്പോൾ അത് ആസിഡ് നമ്മുടെ സ്റ്റൊമക്ക് വെച്ച് തന്നെ അതിനെ നശിപ്പിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മുടെ ശരീരത്തോട്ട് തിരിച്ച് അബ്സോർവ് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ കൊണ്ട് തന്നെ ഇത് തീരും. പക്ഷേ ഇത് അതായത് നേരത്തെ പറഞ്ഞു, സയൻസ് അറിയത്തില്ലാത്തവർ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പം മിൽക്ക് വളരെ നല്ല, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത, പ്രൊവൈഡ് ഈ രണ്ട് പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഉപയോഗിക്കാവുന്ന, വളരെ ചീപ്പായിട്ടും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. എല്ലാവരും അത് ഉപയോഗിക്കണം. അത് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഇനി രണ്ടാമത്തെ റെഡ് മീറ്റിൻ്റെ കാര്യം. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ആഹാര പദാർത്ഥമാണ്. അതിൽ ധാരാളം പ്രോട്ടീനുണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, അയൺ ഉണ്ട്, എല്ലാം ഉള്ള ഒരു നല്ല ആഹാര പദാർത്ഥമാണ് ഈ റെഡ് മീറ്റ്. പക്ഷേ റെഡ് മീറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് എല്ലാത്തിനും അമിതമായാൽ അമൃതം വിഷം എന്നുള്ളതാണ് ഇവിടെയും പ്രശ്നം. അപ്പം നമുക്ക് ഒരാഴ്ചയിൽ ഒരു 300 ഗ്രാം ടു 500 ഗ്രാം വരെ നമുക്ക് കഴിക്കാം, ഒരു പ്രശ്നമില്ല. അതിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ റെഡ് മീറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. റെഡ് മീറ്റ് കോളൻ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതായത് ഇതിൽ കൂടുതൽ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 3 കാരണങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, നമ്മുടെ എങ്ങനെയാണ് ഇതിനെ കഴിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഹൈ ടെമ്പറേച്ചർ, ഇതിനെ ഒത്തിരി ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് ഒക്കെ കഴിക്കുമ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്, ഇതിൻ്റെ മീറ്റ് ഇറ്റ് സെൽഫ്, അതായത് ഇതിൻ്റെ അകത്ത് ഈ ഹീം എന്ന് പറഞ്ഞാൽ റെഡ് കളർ കിട്ടുന്ന ഹീം, അവർക്കല്ലോ ഹീമോഗ്ലോബിനുള്ള ഹീമാണ്. അത് നമ്മുടെ കുടലിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ വെച്ച് ഓക്സിഡൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് കുടലിൻ്റെ കോശങ്ങളെ നശിപ്പിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഓവറായിട്ട് ഈ റെഡ് മീറ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇതിനെ ദഹിപ്പിക്കാനായിട്ട് ധാരാളം ബൈൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ബൈൽ വൻകുടലിൽ ചെല്ലുമ്പോൾ സെക്കൻഡറി ബൈൽ ആസിഡായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഇത് കുടലിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ റെഡ് മീറ്റ് ഒരു ക്യാൻസർ കോസിങ്, അതായത് നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമല്ല. നമ്മളത് ഈ IARC എന്ന് പറയും, ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ ക്യാൻസർ റിസർച്ച്, അതിന് ക്ലാസിഫിക്കേഷൻ കൊടുക്കും 1, 2, 3, 4 എന്ന് പറയും. റെഡ് മീറ്റിനെ ക്ലാസ് 2 കാർസിനോജനായിട്ട്, അതായത് പ്രോബബിൾ ക്യാൻസറാണ്, ഇത് ഓവറായിട്ട് കഴിച്ച്. പക്ഷേ പ്രോസസ്ഡ് മീറ്റ്, അത് റെഡ് മീറ്റ് അല്ല, എല്ലാ മീറ്റാണെങ്കിലും അത് ഗ്രൂപ്പ് 1 ആണ്, നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയാണ് പ്രധാനം. അപ്പോൾ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും വർജിക്കണമെന്നില്ല. നമ്മളൊരാഴ്ച നമുക്കൊരു 300
500 ഗ്രാം വരെ കഴിക്കാം. കഴിയുന്നതും കറി വെച്ചോ സ്റ്റൂ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുക. അതാണ് സേഫ്. ഇത്രയും പറയുമ്പോൾ മലയാളികളുടെ ഒരു വികാര ഭക്ഷണം എന്ന് പറയുന്നത് സർ പെറോട്ടയാണ്. എത്രയൊക്കെ ജനറേഷൻസ് മാറി വന്നാലും ഇപ്പൊ ജെൻസി ആണെങ്കിൽ അടുത്ത ആൽഫ ജനറേഷൻ ആണെങ്കിലും പെറോട്ട എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു വികാരമാണ്. ഈ പെറോട്ട ക്യാൻസർ ഉണ്ടാക്കുമോ സർ? പൊറോട്ടയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് വെറും ഷുഗർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു പഞ്ചസാര, കട്ടി പിടിച്ചൊരു പഞ്ചസാര എന്ന് വേണം നമുക്ക് അതിനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആഹാര പദാർത്ഥം നമ്മൾ നേരിട്ട് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കും? ഒന്ന്, നമ്മുടെ ഇത് പെട്ടെന്ന് ശരീരത്തോട്ട് അബ്സോർബ് ആകും. കാരണം ഇത് നേരെ ഷുഗറാണ്. അപ്പോൾ ഇത് ശരീരത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇത്രയും ഷുഗർ എടുത്തിട്ട് കയറുമ്പോൾ ഇൻസുലിൻ അതിനൊപ്പം കൂടണം. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. ഇൻസുലിൻ ഒരു ലെവൽ കൂടി കഴിയുമ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞ ലെവൽ കൂടി കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോണാണ്. അപ്പം നമുക്ക് അറിയാലോ, ഗ്രോത്ത് പ്രൊമോഷൻ കൂടുതലായി കഴിയുമ്പോഴാണല്ലോ ക്യാൻസർ ഉണ്ടാവുക. അപ്പോൾ അതൊരു വഴി. പിന്നെ രണ്ടാമത്, ഇതുപോലെ ഈ റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിന് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴും ആണ് നമുക്ക് ഇതുപോലെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ ഡിസീസിനും കാരണം. അതാണ് പ്രധാന കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കുടലിനുള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറാസിന്, അതായത് നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് അത് ഡെട്രിമെൻ്റലാണ്. അതിന് തിന്നാനൊന്നുമില്ല. അത് ഫൈബറിലാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് ഫൈബറൊന്നുമില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊറോട്ട അറിയാമല്ലോ, ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിനെ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഓയിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഓയിലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാറ്റ് കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഓയിൽ വരും. അപ്പോൾ കൂടുതൽ ഓയിൽ വരുമ്പോഴത്തേക്ക് നേരിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് കലോറിയാണ്. അതായത് ഒരു സ്പൂൺ ഓയിലിൻ്റെ അകത്ത്, ഒരു സ്പൂൺ ഓയിൽ എടുത്താൽ തന്നെ 140ഓളം കലോറി വരും. അപ്പം ഈ കലോറി ഡെൻസാണ്. അപ്പോൾ കലോറി കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇത് മുഴുവൻ സ്റ്റോർ ആക്കാൻ വേണ്ടി നമ്മൾ ഫാറ്റ് ആക്കും. പിന്നെ അതേ തുടർന്ന് അഗെയിൻ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ഇത്രയും കാരണങ്ങളാണ് ഈ പൊറോട്ട നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പൊറോട്ടയെ നമുക്ക് സേഫായിട്ട് കഴിക്കാം, വല്ലപ്പോഴും ഒക്കെ കഴിക്കുക. സ്ഥിരമായിട്ട് എന്നും കഴിക്കുന്ന ഒരു ആഹാര പദാർത്ഥം ആക്കാതിരിക്കുക. പൊറോട്ടയ്ക്കുള്ളപ്പം പ്രോട്ടീൻ കിട്ടണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോട്ടീനുള്ള അതോടെ കൊടുത്ത് പകർത്താം. ഒപ്പം ഫൈബറും കൂടെ വേണം. അപ്പോൾ എന്തെങ്കിലും സാലഡ് പോലെയുള്ള പച്ചക്കറികളൂടെ ഇതിനോട് ഉൾപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് ഇനി മേലെ ഞാൻ പൊറോട്ട കഴിക്കുന്നൊന്നും തീരുമാനം എടുക്കണ്ട. ലിമിറ്റ് ചെയ്യുക. എല്ലാ ഭക്ഷണവും എൻജോയ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒന്നും കഴിക്കാതെ ജീവിച്ചിട്ട് കാര്യമില്ല. ബട്ട് പറഞ്ഞ ഈ കാര്യം, അധികമായാൽ അമൃതം വിഷം. അപ്പം നമ്മൾ അതുകൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യുക. ഒപ്പം ഇതിനെ ഹെൽത്തി ആയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിനോടൊപ്പം പ്രോട്ടീൻ കിട്ടണം, ഒപ്പം ഫൈബറും ചെല്ലണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്യാം, ഒരു സ്ഥിര ഭക്ഷണമല്ലാതെ. ഞാനൊരു പൊറോട്ട ലവറാണ് സർ. അപ്പോൾ എന്തൊക്കെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കണ്ടാൽ നമ്മുടെ കൈ അറിയാതെ അതിലോട്ടങ്ങ് അതിനോടൊപ്പം സാലഡൊക്കെ കഴിക്കുക. എന്നാലും സാർ, ഒരു ഇതിന് ചോദിക്കുകയാണ്. സാർ പറഞ്ഞപ്പോൾ റെഡ് മീറ്റും അധികമാകരുത്. ഒരു പെർ വീക്കിൽ ഒരാൾ, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ 300 to 400 500 ഗ്രാംസിനുള്ളിൽ ഇത് കൺട്രോൾ ചെയ്ത് നിർത്തണം. സാർ, എന്നെ പോലെ ഒരാൾക്ക് ഒരാഴ്ചയിൽ എത്ര പൊറോട്ട കഴിക്കാം സാർ? അതാ പറഞ്ഞത്, നമുക്ക് ടോട്ടൽ കലോറി നമുക്ക് നോക്കണ്ട. നമ്മൾ ഒരു ഡെയിലി ഭക്ഷണമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, വൺസ് ഇൻ എ വൈൽ ഉപയോഗിക്കുക. അപ്പം ഡെയിലി നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ബാക്കി നമുക്ക് പിന്നെ വേറൊന്നും എൻജോയ് ചെയ്യാൻ കാണത്തില്ല. കാരണം ഈ ഒരു പൊറോട്ട തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കലോറി കിട്ടും. അപ്പോൾ നമ്മുടെ വയറ് ചാടും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ കഴിക്കുന്ന ബാക്കി ഭക്ഷണവും കൂടെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ തന്നെത്താൻ ഡിസൈഡ് ചെയ്യുക. അതായത് എനിക്ക് എത്ര കഴിക്കാമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുക. അല്ലാതെ ഡോക്ടർ പറയുന്നതായിട്ട് ഞാൻ ദിവസം 2 പൊറോട്ട കഴിച്ചില്ല, ഞാൻ 1 പൊറോട്ട കഴിച്ചില്ല, ഇനി ഞാൻ കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ട. നമ്മളുടെ ടോട്ടൽ നമുക്ക് തന്നെ മനസ്സിലാകണം നമ്മൾ എത്രയാണ് അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. സാർ, ഇത്രയും പറയുമ്പോൾ ഈ ക്യാൻസർ പലപ്പോഴും തുടങ്ങുന്നത് വീടുകളിൽ നിന്നാണ് എന്നുള്ള ഹെഡ്ലൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വീടുകളിൽ ഈ ഭക്ഷണം വയ്ക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് ടെക്നിക്സ് ഇറങ്ങിയിട്ടുണ്ട് സാർ. ഇപ്പോൾ എയർ ഫ്രയർ ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്. സോ ഇതെല്ലാം ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണോ സാർ, അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ഒന്നാണോ? കുക്കിംഗ് ഓപ്ഷൻസ് ആണോ ഉദ്ദേശിച്ചത്? ഓപ്ഷൻസ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഈ ക്യാൻസർ വരാനായിട്ട് നമ്മുടെ കിച്ചൺസിൽ ഏറ്റവും കൂടുതൽ അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിച്ചണിൽ നമ്മുടെ ആദ്യം കുക്കിംഗ് ഓപ്ഷൻസ് എടുക്കുക. അതിൽ പറഞ്ഞ പോലെ മൈക്രോവേവിങ്ങിനെ കുറിച്ച്, മൈക്രോവേവിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഓപ്ഷൻ. നമുക്കത് കൺട്രോൾ ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ പുറത്ത് നമ്മൾ അതിനെ ചൂടാക്കുന്നില്ല, നമ്മൾ അതിൻ്റെ അകത്തെ ഇതിനെ വെച്ചാണ് ചൂടാക്കുന്നത്. അതുകൊണ്ട് മൈക്രോവേവിംഗ് ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഓപ്ഷൻ. പിന്നെ എയർ ഫ്രയറിൻ്റെ അകത്ത് നമുക്ക് കമ്പാരിറ്റീവ് എയർ ഫ്രയർ സേഫാണ്. ബട്ട് എഗെയിൻ ഇതൊരു ഈ ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് നമുക്ക് സേഫ് അല്ല. കറി വെച്ച് കഴിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ത് സാധനമാണെങ്കിലും നമുക്ക് കുക്കിങ്ങിൽ നമുക്ക് സേഫായിട്ടുള്ള കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കറി വെക്കുക, സ്റ്റീം അല്ല പുഴുങ്ങി കഴിക്കുക,
അല്ലെങ്കിൽ ചെറിയ സ്റ്റൂ പോലെയൊക്കെ ഉണ്ടാക്കാം. ഇതാണ് 3 സേഫായിട്ടുള്ള കുക്കിംഗ് ഓപ്ഷൻ. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ആ എന്താ പറയണേ ആ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അതാണ്. സർ ഒരു ഓർഡർ റാങ്കിങ് ചെയ്യാൻ പറഞ്ഞാൽ അതായത് 1, 2, 3 ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ പണ്ട് കാലങ്ങൾ തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ കുക്കിംഗ് മെത്തേഡ്, രണ്ടാമതൊരു മൈക്രോവേവ്, എയർ ഫ്രയർ, അങ്ങനെ ഒരു റാങ്കിങ് ഓർഡർ പറയാൻ പറഞ്ഞാൽ സർ എന്തൊക്കെയായിരിക്കും സജസ്റ്റ് ചെയ്യുക? ഏറ്റവും നല്ലത് നമ്മുടെ കേരള സ്റ്റൈലിൽ നോക്കി കഴിഞ്ഞാൽ കറി വെച്ച് കഴിക്കുക, പുഴുങ്ങി കഴിക്കുക. അതായത് ഇത് രണ്ടും നല്ല ഓപ്ഷൻസാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫ്രൈ കഴിയുന്നത്ര നമ്മൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ താളിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാറ്റൂ ചെയ്യാന്ന് പറയത്തില്ല, അതായത് നമ്മൾ ചെറിയ ടെമ്പറേച്ചറിൽ ഉള്ള ഓയിൽ ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ആ രീതിയിലുള്ള കുക്കിംഗ് സേഫാണ്. ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൂട്ടിയുള്ള എണ്ണയിൽ വറക്കുന്നതും ഈ പറഞ്ഞതുപോലെ തീയുടെ മുകളിൽ കാണിച്ച് ഉള്ള കുക്കിങ്ങുമാണ് ഏറ്റവും ബാഡായിട്ടുള്ള. അതായത് നമ്മുടെ ബാർബക്യൂയിങ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ തീ അടിയിൽ നിന്ന് കൊടുത്തതിന് ശേഷം അതിൽ നേരിട്ട് മുട്ടാതെ അതിൽ തൂക്കിയിട്ട് കുക്ക് ചെയ്യുന്ന രീതി, അതാണ് ഏറ്റവും അപകട രീതിയിലുള്ള കുക്കിംഗ് എന്ന് പറയുന്നത്. സർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു മലയാളി താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഫാം കൂടുതൽ കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ സർ? അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ വെച്ചാൽ അറബിക് ഫുഡ്, അവർ അന്ന് പറഞ്ഞിരുന്ന ഫുഡ് അറബിക് ഫുഡ് ആസച്ച് ഒരു ക്യാൻസർ കോസിംഗ് എന്നുള്ള വെച്ചാൽ അവരതിൻ്റെ ധാരാളം ഒലിവ് ഓയിലുണ്ട്, പിന്നെ വെജിറ്റേറിയൻ മറ്റേ കട്ടായിട്ട് വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചുള്ളതാണ്. അതുകൊണ്ട് അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ക്യാൻസർ കോസിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മീറ്റിനെ ചൂടാക്കി, അതായത് ബാർബക്യൂയിങ്, ഗ്രില്ലിങ്, പിന്നെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക കബാബ് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അൺഹെൽത്തി കുക്കിംഗ് ആണ്. അതായത് ഈ ചൂട് ഇതിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, രണ്ട് രീതിയിലാണ്. ഒന്ന്, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് അമീൻസ് എന്ന് പറഞ്ഞാൽ SCA എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത. പിന്നെ രണ്ടാമത്തേത്, നമ്മൾ ഈ ചൂടാക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഫാറ്റ് ഉരുകി താഴോട്ട് വീഴുമല്ലോ, അത് കത്തിയിട്ട് ഇതിന് മുകളിലോട്ട് വീഴും. അപ്പോൾ അതിലേക്ക് വരുന്ന സാധനമാണ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അത് ഡെപ്പോസിറ്റ് ചെയ്ത് അതും പിന്നെ രണ്ടാമത് നമ്മൾ തീ ചുടുക എന്ന് വിചാരിച്ചു, അപ്പോൾ ഇത് കരിഞ്ഞിരിക്കുമല്ലോ, അതിലും ധാരാളം ഹാംഫുൾ ആയിട്ടുള്ള ഈ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൺസ് ഇൻ എ വൈൽ നമുക്കൊരെണ്ണം കഴിക്കണമെന്ന് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബട്ട് സ്ഥിരമായിട്ട് എന്നും വൈകിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ സാധ്യത. ഈ ക്യാൻസർ ആണ് ഒരാൾക്കെന്ന് സാർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മൊമെന്റിൽ എന്ത് തരം ഡയറ്റ് ആയിരിക്കും അദ്ദേഹത്തിനോട് ഫോളോ ചെയ്യാൻ പറയുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഫുഡ്സ് നിങ്ങൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി നിങ്ങൾ ഇത് മാത്രം കഴിക്കണം എന്നൊരു ഡയറ്റ് ചാർട്ട് വല്ല സാർ കൊടുക്കാറുണ്ടോ? നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, അയാളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യാറേ ഉള്ളൂ. അതല്ലാതെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഇത്ര ഡയറ്റ് മുതൽ ഇങ്ങനെ മാറ്റണം എന്നൊരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണ രീതി തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഫ്രൈഡ് ആയിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ അഡ്വൈസ് കൊടുക്കും. ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ പഞ്ചസാര കട്ട് ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ടെന്നൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ന്യൂസസ് കാണാറുണ്ട് സാർ, അതിൽ വല്ല സത്യമുണ്ടോ? ഒരു സത്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് നല്ലതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നാൽ ഇത് നേരെ അങ്ങ് അപ്ലൈ ചെയ്തേക്കാം ചികിത്സയ്ക്കായിട്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഗ്ലൂക്കോസ് വേണം, നമുക്ക് ഗ്ലൂക്കോസ് ഒരു ലെവലിൽ കൂടെ തന്നാൽ നമ്മൾ താഴെ വീണ്ടും മരിച്ചു പോകും. കാരണം എല്ലാ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ, എനർജിക്ക് സോഴ്സ് കിട്ടുള്ളൂ. അപ്പം ഇവർ കണ്ടുപിടിച്ചു, അപ്പോൾ ക്യാൻസറിനും ഗ്ലൂക്കോസ് വേണം. ഇത് പെറ്റ് സ്കാനൊക്കെ വന്ന സമയത്താണ്. അപ്പോൾ പെറ്റ് സ്കാൻ ഈ ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, കൂടുതൽ മെറ്റബോളിസം ഉള്ള സ്ഥലം. അപ്പോൾ ക്യാൻസർ ഉള്ള സ്ഥലത്ത് കൂടുതൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞ് ഇനിയിപ്പോൾ എന്നാൽ ഗ്ലൂക്കോസ് അങ്ങ് കട്ട് ചെയ്തേക്ക്, അപ്പം ക്യാൻസർ കോശങ്ങൾ മരിച്ചു പോകും. ഓക്കെ, ഇതിനകത്ത് ബേസിക്കലി എന്താ സംഭവിക്കുക, ഈ ക്യാൻസർ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് വേണം എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ നമ്മുടെ നോർമൽ കോശങ്ങൾ വളരണമെങ്കിലും നമുക്ക് ഈ ഗ്ലൂക്കോസ് വേണം. നമുക്ക് ആ നോർമൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ഉപയോഗിക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾ മനസ്സിലാക്കും, ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിലല്ല ക്യാൻസർ കോശങ്ങൾ. അവർ മനസ്സിലായത് നമ്മുടെ എനർജി സോഴ്സ് തീരാൻ പോകുന്നു, അവർ ഓൾട്ടർനേറ്റ് മെത്തേഡ് അപ്പം തന്നെ അവർ കണ്ടുപിടിക്കും, അവർ അടുത്ത എഴുതും. പാവം നമ്മുടെ നോർമൽ കോശങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു വഴി അറിയത്തുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവന് തളർന്നു വീണ് അവനെ സാധാരണ ചികിത്സയും ചെയ്യാൻ പറ്റാതെ ഇമ്മ്യൂണിറ്റിയും താന്ന് അവൻ മരിച്ചു പോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ പ്രിൻസിപ്പിളൊന്നും നമ്മൾ എന്താ പറഞ്ഞേ, ഈ ആൾക്കാർ പറയുമ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെ അയാളുടെ ഈ പറഞ്ഞതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് കേട്ടിട്ട് വേണം
നമ്മൾ അത് ഫോളോ ചെയ്യാനുണ്ട്. ഈ സയൻസ് അറിയാവുന്നവർ, ഇത് ക്യാൻസറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഈ സയൻസ് അറിയത്തുള്ളൂ. അതായത് ക്യാൻസർ കോശങ്ങൾക്ക് നമ്മൾ അവനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ വഴി കണ്ടുപിടിക്കും എന്നുള്ള കാര്യം അറിയാവുന്നെങ്കിൽക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഇത്തിരി ഷുഗർ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ സർ? ഇല്ലില്ല ഇല്ലില്ല, ഒരിക്കലും പ്രശ്നമില്ല. പ്രശ്നമില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ വൈറലായി നമുക്ക് വന്ന വേറൊരു കാര്യമാണ് സർ, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ക്യാൻസർ വരത്തില്ല എന്നും, കാരണം അത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങൾ തനിയെ നശിക്കും എന്നുമൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും നമ്മുടെ ഒരു സർക്കാഡിയൻ ഋതം അനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അതായത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മുടെ ശരീരം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ സൈക്കിൾ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങണം. അത് അവസാനം നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി കഴിപ്പ് നിർത്തുക. അപ്പോൾ രാത്രിയിലൊക്കെ ലേറ്റ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പിന്നെ പറയും, നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ രാത്രി നമ്മൾ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കൊടുക്കണം. നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണ്, അല്ലാതെ തുടർച്ചയായിട്ട് കഴിക്കാനുള്ളതെന്ന് മനസ്സിലായി. അപ്പം ഈ നമ്മളുടെ പല രീതിയിലുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് 8 മണിക്കൂർ കഴിക്കുക, ബാക്കി 12 മണിക്കൂർ കഴിക്കുക, 16 മണിക്കൂർ കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള പല പല ഫാസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. ടെമ്പററി വെയിറ്റ് ലോസ് കുറയ്ക്കാനും ഒക്കെ നമുക്കിത് നല്ലതാണ്. നമ്മുടെ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് കുറയാം. അതായത് ലോങ് ടേം ആയിട്ട് സ്ഥിരമായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റെക്കമെൻഡബിൾ അല്ല. നമുക്കൊരു വെയിറ്റ് റിഡക്ഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനൊക്കെ നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ്, അതാ ഞാൻ പറഞ്ഞ്, ഈ തുടർച്ചയായിട്ടുള്ള ഭക്ഷണം കഴിപ്പ് നമുക്ക് സേഫ് അല്ല. ഇത് വല്ലപ്പോഴുമൊക്കെ നമുക്കൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടി നമുക്ക് സ്ഥിരമായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പലപ്പോഴും നല്ലതല്ല. നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവും. അതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് മിത്തുകൾ ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് സർ. ഇപ്പൊ മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസറിന് ഭയങ്കരമായിട്ടൊരു പ്രതിരോധം നൽകും. ഇതിൽ ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ള മിത്തുകളായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത് ഏതൊക്കെയാണ്? അതെന്താണ് ഈ മുള്ളാത്ത കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് വെച്ചാൽ, നമ്മൾ പല രോഗികളും പണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ പോലെയുള്ള പലരും ഇറങ്ങി ഇത് പറഞ്ഞ് ആൾക്കാർ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെടുത്തുള്ള ഈ മുള്ളാത്തപ്പഴമായിട്ട് വരുന്നു, വിരുന്ന് കഴിക്കുന്നു. ഇതിനകത്തൊക്കെ ഒന്നാമത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെടി എടുത്താലും അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാം. അല്ലെങ്കിൽ രോഗം പ്രതിരോധ ശേഷി എടുക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്ന, ഇപ്പം മഞ്ഞളാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ കുർക്കുമിന് ചെറിയൊരു കഴിവുണ്ട്. പക്ഷേ അതൊരു ചികിത്സയ്ക്കോ അല്ലെ അതിനോട് വയ്ക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക ലെവലിൽ നമ്മുടെ ശരീരത്തിൽ എത്തണം. അപ്പോൾ അത്രയും ലെവൽ എത്താനായിട്ട് ചിലപ്പോൾ നമ്മളൊരു 20 മുള്ളാത്തയൊക്കെ ഒരു നേരം കഴിച്ചെങ്കിൽ അതിനുള്ള ഗുണമുള്ള സാധനം നമ്മൾ ചെല്ലുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ സെയിം ടൈമിൽ ഇതിൽ വേറെ ധാരാളം കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട്. അത് പലതും നമ്മുടെ കരളും ലിവറും ഒക്കെ കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മളറിയാതെ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പണ്ട് തൊട്ടേ ഉള്ള ചില ഇത് വെച്ചിട്ട് ഇവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ പഴം ഒരിക്കലും നമുക്ക് ക്യാൻസർ മാറ്റുന്നുമില്ല, ക്യാൻസർ വരാതിരുത്തുമില്ല. അതേപോലെ തന്നെ നമ്മുടെ കരളും കാര്യങ്ങളൊക്കെ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളും സർ ഭയങ്കരമായിട്ട് ഈ കുർക്കുമിൻ കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഈ മഞ്ഞൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ഒരുപാട് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതൊന്നും എഫക്റ്റീവ് അല്ല അല്ലേ സർ? മഞ്ഞൾ അതിനകത്ത് ഈ കുർക്കുമിനെ കുറിച്ച് ചെറിയ അതിന് ആൻറ്റിമൈറ്റോട്ടിക്, അതായത് ആൻറ്റിമൈറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് സെല്ലുകളുടെ കോശങ്ങളുടെ ഡിവിഷൻ കുറയ്ക്കാൻ കഴിവുണ്ട് ഈ കുർക്കുമിൻ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം, ഈ കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനം ആണ് മഞ്ഞളിലെ സാധനം. അത് നമുക്ക് ശരീരത്തോട്ട് അബ്സോർവ് ചെയ്യത്തേ ഇല്ല ഈ നമ്മൾ വൈകൂടെ കഴിച്ചു കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ അത് ഭൂരിഭാഗം പുറത്തോട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഈ ഒരു ഡിസൈഡ് ലെവലിൽ എത്താനായിട്ട് ഇതുവരെ നമുക്ക് അത്രയും ഒരു ഡെലിവറി മെക്കാനിസം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നത്. പിന്നെ രണ്ടാമത്, ഇതൊക്കെ ഈ എന്താ പറയുക, വെറും റിസർച്ച് സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനൊരു സംഭവം കേട്ട് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾ കൃഷിക്കാരെല്ലാം കൂടെ ഇത് മഞ്ഞൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നതല്ലാതെ ഇതൊന്നും ഒരിക്കലും ഒരു ഗുണമുണ്ടാക്കുന്നില്ല, പ്രൂവണുമല്ല. അപ്പോൾ അതുപോലെ പലപ്പോഴും നമുക്ക് കൂടുതൽ ഈ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഗർഭിണികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഗർഭ ശിശുക്കൾക്ക് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സർ. ഇത്രയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ശരിക്കും അത് നല്ലതാണോ, അതോ ഹെൽത്ത് കെയറിന്റെ മൊത്തം ഒരു കോസ്റ്റ് കൂട്ടുകയാണോ സർ ചെയ്യുന്നത്? ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്തിനാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് തിരിച്ചു കിട്ടിയാൽ പോരാ, അതിൻ്റെ പ്രോഫിറ്റും കൂടെ കിട്ടണം എന്നുള്ളതുകൊണ്ടല്ലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവരൊരിക്കലും നമ്മളെ സഹായിക്കാനോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലോ. അപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയാലും ഇൻ ലോങ് റൺ അത് നമ്മളുടെ പോക്കറ്റ് ഡ്രെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ പോകുള്ളൂ. നമ്മളിപ്പോൾ അത് പറഞ്ഞുകൊണ്ടേ കാര്യം, നമ്മുടെ കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റാണ് കറൻ്റ്ലി ഇപ്പോൾ പോലും ഏറ്റവും ലോകത്തിലേന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും ചീപ്പാണ്. ഇന്ത്യയിലെ തന്നെ എടുത്താലും ഏറ്റവും ചീപ്പായിട്ടുള്ള
മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പോയി ഇത് നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പോയി ഒന്ന് ചികിത്സിച്ചാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും നമുക്ക് ഇരട്ടിയാവും. ആണ്. അപ്പോൾ ഇപ്പോഴാണ് കേരളത്തിലാണ് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമ്മുടെ നല്ലൊരു സർക്കാർ ബാക്കപ്പ് ഉണ്ടായിരുന്നു ആദ്യം മുതൽ, ജനറൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെ രണ്ടാമത് ഈ പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കത്തോലിക്ക അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ ചാരിറ്റി ഹോസ്പിറ്റൽസാണ്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ബാക്കിങ്ങുള്ള സഹകരണ ആശുപത്രികൾ. പിന്നെ നാലാമത്തെ ധാരാളം ഈ ഇൻഡിവിജ്വൽ ഡോക്ടർമാർ അല്ലെങ്കിൽ 1-2 ഡോക്ടർമാർ നടത്തുന്ന സ്മോൾ ക്ലിനിക്കുകൾ. അപ്പോൾ ഇവിടെ അവരുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി മാത്രമായിരുന്നു. ഇപ്പോഴും ഏതാണ്ട് ആ രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് വളരെ മിനിമലായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അഭിമാനകരമായ കേരളത്തിലെയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ചികിത്സ എന്ന് നമുക്ക് പറയാൻ സാധിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ സീനറിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 സെക്ടർ ഒഴിച്ച്, അതായത് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലസ് സഹകരണ ആശുപത്രികൾ ഒഴിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഈ FDI വന്നിട്ടുള്ള ഈ ഫോറിൻ ജയൻസ് വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ പേരുകളൊന്നും പറയുന്നില്ല. അപ്പം അതായത് ഒരു കോർപ്പറേറ്റ് വൽക്കരണം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള സംഭവം എന്നാണ്, ഈ ഗവൺമെൻറ്റും അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതായത് മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മോഡലിലേക്ക് വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെയാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ഓക്കെ ഡോക്ടർമാരെ ഇനിയിപ്പോൾ നമുക്ക് സൂ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂ ചെയ്യാം, കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പതിയെ നമ്മളുടെ സാധാരണ ജനങ്ങളെ അവർ പഠിപ്പിച്ച് എടുക്കുകയാണ്. അതായത് നിങ്ങൾ കൺസ്യൂമറാണ്, നിങ്ങൾ ഡോക്ടർമാർ നിങ്ങൾക്ക് ഉള്ള സർവീസ് പ്രൊവൈഡറാണ്. അപ്പോൾ അങ്ങനെ ആ ധാരണ വന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിൽ പോകുന്ന പോലെ, ഇപ്പം നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ എന്താ ആലോചിക്കുക, എന്തെങ്കിലും നമ്മളൊരു ഫെസ്റ്റിവൽ സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് കൂടുമോ? ഇല്ല. നമ്മളൊരു എയർപ്ലെയിൻ പോയാൽ അല്ലെങ്കിൽ ബസ് ഫെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മുടെ ബില്ല് കൂടും. പക്ഷേ ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സീസൺ അല്ലെങ്കിൽ രാവിലെ 5 തൊട്ട് 10 വരെ ഈ ഒരു ബില്ലും 10 തൊട്ട് 12 വരെ ഒരു ബില്ലോ അങ്ങനെയൊന്നുമല്ല, എല്ലായിടത്തും ഒരേ രീതിയിൽ അതൊരു സർവീസ് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ബിസിനസ് മോഡലിന് പ്രോഫിറ്റബിൾ അല്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പതിയെ ഇങ്ങനെ ജനം വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇതിങ്ങനെ പതിയെ ഇതൊരു ബിസിനസ് മോഡലിലേക്ക് മാറ്റിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂമറാണ്, കുറച്ച് നാൾ കഴിയുമ്പം ഒരാൾ സർവീസ് പ്രൊവൈഡർ, മറ്റേ ആൾ കൺസ്യൂമറുമാണ്. പിന്നെ ഇവിടെ എൻ്റെ അത് സർവീസ് വരുന്നത്, പിന്നെ അവന് ഇഷ്ടമുള്ള രീതിയിൽ ബിസിനസ്സുകാർ നമ്മൾ ഹോട്ടലിൽ പോകുന്ന പോലെയുള്ള രീതിയിലേക്ക് ഇപ്പം നമ്മൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നത് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വരുന്നു. ഞാനതിൻ്റെ സർക്കാരിൻ്റെ ഗുഡ് ഇൻറ്റൻഷനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് എല്ലാ ചാർജസും ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജനം വിചാരിക്കും ഓക്കെ നമ്മൾ എന്തെങ്കിലും ബ്ലാക്ക് മണി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടോ, അതായത് ബില്ലില്ലാത്ത എന്തെങ്കിലും സർവീസ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തരുന്നുണ്ടോ? ഇപ്പോഴും ഇല്ലല്ലോ. കാരണം അവരെല്ലാവരും അവർ സർവീസസിന് ബില്ലടിച്ച് തന്നെയാണ് തരുന്നത്. പക്ഷേ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളൊരു നമ്മുടെ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വില എഴുതി വെച്ചിരിക്കുന്ന പോലെയല്ല, നമ്മൾ തന്നെത്താൻ നമ്മൾ ഒരു ബിസിനസ് മോഡലിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് അവർ തരും. പക്ഷേ അത് താങ്ങാൻ പറ്റുന്ന എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും നമ്മൾ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ, അതായത് ചെറിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി ഹോസ്പിറ്റലുകൾ ഒന്നുകിൽ ഈ കോർപ്പറേറ്റ് മോഡലിലേക്ക് മാറണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ പൂട്ടിപ്പോകുന്നതാണ് അവർക്ക് താല്പര്യം. അപ്പം ഈ കോർപ്പറേറ്റ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലായിടത്തെയും ബില്ലുകൾ ഒരുപോലെ ആകും. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡൽഹിയിലെയും ബോംബെയിലെയും ഒക്കെ ബില്ല് നമുക്കും അടിച്ച് കൈ കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പഴയതായിരുന്നല്ലോ നല്ലത്. പക്ഷെ അന്നേരത്തേക്കും നമ്മൾ ഇതെല്ലാം നമ്മളെ പതിയെ പോയിസൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞ് ജനം വിചാരിക്കും നമ്മളെ പുഷ്ടിപ്പെടുത്താനാണ് സർക്കാരും, അല്ലെങ്കിൽ സർക്കാർ ഞാൻ പറയുന്നില്ല, ഇത് നടക്കുന്നതെന്ന് പറയും. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ നമ്മളുടെ മെഡിക്കൽ ഫീൽഡിനെ കച്ചവടവൽക്കരിച്ച് കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്നുള്ളതാണ് കാരണം ഇതൊരു ബിസിനസ് മോഡലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. കാരണം
ചികിത്സ എന്ന് പറയുന്നത് ഇതുവരെ ഒരു സർവീസ് സെക്ടറായിരുന്നു. അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ബാക്കി ഈ ഫെസ്റ്റിവൽ സീസണിൽ ബില്ല് കൂടുതലോ അല്ലെങ്കിൽ രാവിലെ ബില്ല് കൂടുതലോ ഉച്ചയ്ക്ക് ബില്ല് കൂടുതലോ അല്ലെ ഹാപ്പി അവേഴ്സോ ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. എല്ലായിടത്തും രാത്രി 12 മണിക്ക് വന്നാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം അത് സർവീസാണ്. പക്ഷേ ഇതും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ FDA അവസാനത്തെ. ഇപ്പം നമ്മളിപ്പോൾ 2026 2036 നമുക്കൊരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇരട്ടിയായിരിക്കും 10 വർഷം കൊണ്ട്. ഉം. ഇപ്പം വരുന്നതിന് ഇരട്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെയാണ് സാർ നമ്മുടെ ആധാർ കാർഡ് പോലെയായി ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസും. ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അയാൾ എന്തോ ക്രൈം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ശരിക്കും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണോ അതോ ഈസി ആക്കുകയാണോ ഒരു നോർമൽ ആളുടെ? കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മളുടെ ഇൻഷുറൻസ് സ്കീം ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് സ്കീം നല്ലൊരു സ്കീമാണ്. എല്ലാവരും ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് ഞാൻ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെക്കാണ്. ഇൻഷുറൻസ് അഗെയിൻ ഇതൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ഒരു ചികിത്സ ചെയ്തു. ഇപ്പം നമുക്കൊരു സംശയമുണ്ട്, ഇതിൻ്റെ ഇനി ആശുപത്രിക്കാർ നമ്മളെടുത്ത് നിന്ന് കൂടുതൽ പൈസ വാങ്ങിച്ചോ അല്ലെങ്കിൽ അത് ചെയ്തോ. ഇപ്പം ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു സർജറി ചെയ്തു, അതിൻ്റെ ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു ബില്ല് പോയാൽ അത് അവരുടെ ഒരു ടീം ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു 2, 3, 4 കുറി തിരിച്ചിങ്ങ് വരും. ഇതെന്തിനാ ഈ മരുന്ന് എഴുതി, അല്ലെങ്കിൽ ഇതെന്തിനാ ഈ എക്സ്ട്രാ ഇത് വന്നു, ഇത് എന്തിനാ ഈ ഇത്രയും ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ എന്തിനാണ് ഈ പേഷ്യൻ്റ് കിടന്നത് എന്ന് ചോദിച്ചു. അപ്പം ഇപ്പോഴത്തെ കറണ്ട് സ്റ്റൈലിൽ രോഗിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം വെച്ചാൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം, പുള്ളിക്കും ചെക്ക് ചെയ്യേണ്ട, അവർ ഇൻഷുറൻസ് കമ്പനിക്കാർ ചെക്ക് ചെയ്യും ഡോക്ടർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. അപ്പം അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. ഇപ്പം രണ്ടാമത് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ എപ്പോഴും കണ്ടാൽ അറിയാം, അതായത് പെട്ടെന്ന് ചികിത്സ വന്നു, ആ കുടുംബം വഴിയാധാരമായിപ്പോയി, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, 5 ലക്ഷം ചിലവായി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബേസിക്കായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തിരിക്കണം. കാരണം വെച്ചാൽ അസുഖം ആർക്കും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഈ കരച്ചിൽ ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അത് ഗവൺമെൻറ്റാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ബേസിക്കായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരൻ 100 കോടിക്ക് ഇൻഷുർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു എക്സ്പെക്റ്റഡ് നമുക്കൊരു പെട്ടെന്നൊരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ ഒരു 2 lakhs അല്ലെങ്കിൽ 3 lakhs എങ്കിലും നമുക്ക് കവർ ചെയ്ത് നിൽക്കാനായിട്ട്. കാരണം നമ്മൾ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അത് മുഴുവനും കൂടെ ഒറ്റയടിക്ക് ഒഴുകിപ്പോവും. നമ്മൾ വഴിയിലിറങ്ങി ഒരു വണ്ടി വന്ന് മുട്ടി, നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കണമെന്നില്ല, നമ്മൾ വളരെ നിയമം പാലിച്ചായിരിക്കും പോയത്, വഴിയെ വന്നവൻ പാലിച്ചില്ല. അപ്പം അങ്ങനെയുള്ളവർ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കണം. ഒരു പ്രധാന കാരണം ഇതാണ്, ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക. രണ്ടാമതൊരു ഡബിൾ ചെക്കാണ്. ഇനി ഭാവിയിൽ ഇൻഷുറൻസ് കമ്പനി കൺട്രോൾഡ് ആയില്ലെങ്കിൽ അവരായിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുക. ഇപ്പം അവരുടെ കൺട്രോളിലല്ല ആശുപത്രി. ഇതെല്ലാവരും ആയി കഴിയുമ്പോൾ എഗെയിൻ ഞാൻ ഈ പറഞ്ഞ FDA ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്ന പോലെ ഇവരെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇവരായിരിക്കും ടേംസ് ഡിറ്റക്ട് ചെയ്യുക. ഡോക്ടർ ഇത് ചെയ്താൽ മതി, ഡോക്ടർ അത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് ചില വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന രീതിയിലേക്ക് എത്തും. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം റെഗുലേറ്ററി കൺട്രോൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ സർക്കാരാണ്, നമ്മൾ എലക്ട് ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സർക്കാരാണ്. അവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇത് വളരെ സേഫായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഇൻഷുറൻസ് സേഫാണ്, എല്ലാവരും എടുക്കണം, മസ്റ്റായിട്ടും വേണം. ക്യാൻസറിലേക്ക് വരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞൊരു 3 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ ഏതാണ് സർ? ഇപ്പോഴത്തെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ. ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മൾ അറിയാലോ, ബ്രസ്റ്റ് ക്യാൻസർ ഫീമെയിൽസ് ആണ് 99% വരിക, മെയിൽസിന് 1% ബ്രസ്റ്റ് ക്യാൻസർ വരുള്ളൂ. എങ്കിലും രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ എടുത്താലും ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കോമണസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, ഒരു 50% ക്യാൻസേഴ്സ് അവിടെ വരുന്നത്, അവിടെ മാത്രമല്ല ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. സോ അതാണ് കമ്മിങ് 1 in 8. അതായത് ഒരു പെൺകുട്ടി ഉണ്ടായാൽ 8 പെൺകുട്ടികൾ ഉണ്ടായാൽ ഒരാൾക്ക് അവരുടെ ലൈഫ് 80 വയസ്സാകുമ്പോഴത്തേക്ക് ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് സർ ക്യാൻസറുമായിട്ട് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹെയർ ഡൈ, പെർഫ്യൂംസ്, ഡിയോഡ്രൻസ്. ഇതൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്താലും ക്യാൻസർ കോസിംഗ് ആണോ സർ? ഇതിൽ മൂന്നും അധികം ഹെയർ ഡേയുടെ കാര്യം പറയാം. ഹെയർ ഡേ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം. ഹെയർ ഡേയെ കുറിച്ച് വെച്ചാൽ അടുത്തിടെ ഒരു പഠനം വന്നത്, നമ്മൾ ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ പാർലറൊക്കെ ദിവസം 8-10 പേരുടെ ഹെയർ ഡേ ചെയ്തു കൊടുക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പഠനം നടത്തിയപ്പോൾ അവർക്ക് ചെറിയ ബ്ലാഡർ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കണ്ടു ഇതിനകത്ത് ഈ ഹെയർ ഡേ. അപ്പം നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക, ഒരാളൊരു ഹെയർ ഡേ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹെയർ കളർ എത്ര പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞ ലെവലിലുള്ള എക്സ്പോഷർ എല്ലാത്തിനകത്തുള്ള വെച്ചാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തേക്ക് എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. ക്വാണ്ടിറ്റിയാണ് കണക്ക്. അതായത് എന്തൊരു സാധനവും വിഷമാക്കുന്നത് എത്ര അകത്ത് ചെല്ലും എന്നുള്ളതനുസരിച്ചാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ മാറിപ്പോകുന്നേരം പറയാം. നമ്മൾ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമാണ്, പക്ഷേ ഓക്സിജൻ്റെ അളവ് ഒരു 50% ആയാൽ നമ്മൾ മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഹെയർ ഡേയിലുള്ള സംഭവങ്ങളും.
അതിന് നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ആയി. നമ്മളത് ഇതൊക്കെ നമ്മൾ ഹെയർ ഡേ ഒന്നും എന്നും രാവിലെ എടുത്ത് വാരി പൊത്താനുള്ള സാധനമല്ല. നമ്മൾ വൺസ് ഇൻ എ മന്ത് അല്ലെ ട്വൈസ് ഇൻ എ മന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യം വരിക. അത് സേഫായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ എന്താ ചോദിച്ചാൽ നമ്മുടെ പെർഫ്യൂംസ്, പെർഫ്യൂംസ് ഡിയോഡ്രൻസ്. ഡിയോഡറന്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ആംബിറ്റിലാണ്. അപ്പം ഡിയോഡറന്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഇതിനകത്ത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കും. ഡിയോഡറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? ഡിയോഡറന്റ് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ സ്വെറ്റ് കുറയ്ക്കാനുള്ളത്, നമ്മുടെ വിയർപ്പ് കുറയ്ക്കാനുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിനെ അടച്ചു കളയാന്നുള്ളത് ടെമ്പററി ആയിട്ട്. അത് പ്രധാനമായിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അലുമിനിയം ഒരു രീതിയിലും നമുക്കൊരു ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തേത് എഗെയിൻ ഈ അതിൻ്റെ അകത്തെ പ്രോപ്പർ ഡീഓഡറൻ്റ്, അതായത് നമുക്ക് ഈ മണം വരുന്ന അവിടെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ അത് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ബാക്ടീരിയ കൊല്ലുന്ന അണുനാശിനികൾ, ഇത് രണ്ടുമാണ് ഈ ഡിയോഡറൻറ്റിലുള്ളത്. അപ്പോൾ അത് രണ്ടും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് സാർ, ഞാൻ എന്നും അത്ഭുതത്തോടെ നോക്കിക്കണ്ട് അല്ലെങ്കിൽ ക്യാൻസറിനെ നേരിട്ട് രണ്ടുപേരെ എനിക്കറിയാവുന്നത് മമത മോഹൻദാസും ഇന്നസെന്റ് സാറുമാണ്. ഈ മമതയാണെങ്കിലും ഇന്നസെന്റ് ഏട്ടനാണെങ്കിലും കീമോ തലേന്നൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ ഷൂട്ടിന് വന്ന് നിന്ന് വളരെ ആക്റ്റീവായിട്ട് ഷൂട്ട് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഞാനൊക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സോ ഈ ക്യാൻസറിനെ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പൊരുതാൻ ഫസ്റ്റ് വേണ്ടത് ആ ഒരു മെന്റൽ ഫിറ്റ്നസ് തന്നെയാണോ? പിന്നെ മെൻ്റൽ ഫിറ്റ്നസ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം നമുക്കൊന്നും ആവത്തില്ല, ബട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവശ്യമാണ്. കാരണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനവും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് അതുകൊണ്ടാണ് അവരതിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇപ്പം നമ്മുടെ ഇന്നസെൻ്റ് ആണെങ്കിൽ പോലും പുള്ളി നേരിട്ട് ക്യാൻസർ കൊണ്ടല്ല മരിച്ചത്, പുള്ളിക്ക് വേറെ അസോസിയേറ്റഡ് അസുഖം വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ പുള്ളി അതിനെ ടൈഡ് ഓവർ ചെയ്ത് 2 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം പുള്ളി ടൈഡ് ഓവർ ചെയ്ത് പോയി. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് സെൻറ്റൻസ് അല്ല. ഈവൻ നമുക്ക് അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും ക്യാൻസർ അങ്ങനെ ഒരു ഹെറിഡിറ്ററി രോഗമാണ് സർ? ഒരു 3% ക്യാൻസേഴ്സ് പാരമ്പര്യം, ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഫെമിലിയൽ എന്നൊക്കെ നമുക്ക് പല പല വാക്കുകൾ ഉപയോഗിക്കാം, കുടുംബത്തിൽ റൺ ചെയ്യും. 3%. ബാക്കി 97%ഉം നമുക്ക് സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ആർക്കെപ്പോൾ എങ്ങനെ, അതായത് നമ്മളുടെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരിക. ഈ ലൈഫ് സ്റ്റൈലാണ് ക്യാൻസറിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഘടകമെന്ന് സാറ് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ ജെൻസി കുട്ടികളായാലും നമ്മുടെ ഈ ജനറേഷനിലുള്ളവർ കൂടുതലായിട്ട് ഈ ജങ്ക് ഫുഡ്സ് കഴിക്കാൻ ടെംപ്റ്റേഷൻ ഉള്ള ആൾക്കാരാണ്. ഈ ജങ്ക് ഫുഡ് ക്യാൻസറിന് ഒരു കാരണമാണ് സർ? നമ്പർ വൺ കാരണമാണ് ജങ്ക് ഫുഡിന്റെ 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തെ കാർബോഹൈഡ്രേറ്റ് എല്ലാം റിഫൈൻഡ് ആണ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഞാൻ ഒരു പ്രാവശ്യം മെക്കാനിസം പറഞ്ഞു തന്നതാണ്. പെട്ടെന്ന് ശരീരത്തോട്ട് കയറും, ഹൈപ്പർ ഇൻസുലിനിമിയ ഉണ്ടാവും, ഒന്നത്. രണ്ടാമത് ഇതിൻ്റെ അകത്തെ നടുക്ക് വയ്ക്കുന്ന പാറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ മീറ്റ്, പ്രോസസ്ഡ് മീറ്റ്, അതിൻ്റെ അകത്ത് ധാരാളം നൈട്രേറ്റ്സും മറ്റ് തുടങ്ങിയ വേറെ ഒത്തിരി കെമിക്കൽസ് വെച്ചാണ് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ആ സാധനവും ആണ് വൺ ഓഫ് ദി ഡേഞ്ചറസ് സാധനം. നമ്മുടെ ഹോട്ട് ഡോഗിലാണെങ്കിലും അങ്ങനെ, അതുമല്ലെങ്കിൽ സലാമി, പിന്നെ സോസേജ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ അവർ കുടിക്കുന്ന സോഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈലി ഷുഗറി ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചിലപ്പം വരുന്ന ധാരാളം സോസുകൾ വരും ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടുതൽ. സോസിൻ്റെ അകത്ത് നമ്മുടെ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു തരം ഷുഗറാണ്. അതാണ് നമ്മുടെ ഈ ഗ്ലൂക്കോസിനേക്കാളും മധുരം. അത് നല്ല അഡിക്റ്റീവാണ്. നമ്മുടെ ഈ മയക്കുമരുന്നുണ്ടല്ലോ, എൻ്റെ പേര് പറഞ്ഞത്, അതിനൊക്കെ കൂടുതൽ ഡബിൾ അഡിക്ഷനാണ് ഈ ഫ്രക്ടോസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സോസിലുള്ള അതുകൊണ്ടാണ് പിള്ളേരെല്ലാം ഈ സോസ് ഇങ്ങനെ മുക്കി എടുക്കുന്നത്. വൺസ് ഈ പിള്ളേർക്കെല്ലാം ഈ ടൊമാറ്റോ കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിൽ ഈ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയും. അത് ഈ കോണിൻ്റെ അകത്തുനിന്ന് ആ ഫ്രക്ടോസ് മാത്രം എടുക്കുന്ന സിറപ്പാണ്. അപ്പോൾ അത് നമ്മുടെ ഫാറ്റി ലിവർ, ചെറിയ പിള്ളേർക്കെല്ലാം ഫാറ്റി ലിവർ വരുന്നു, പൊണ്ണത്തടി ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ പ്രധാന കാരണം അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേരുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് അത് ഡേഞ്ചറസ് ഫുഡാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആണല്ലോ നിങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ്. അതുപോലെ തന്നെ ബേക്കറി കിട്ടുന്ന ബേക്കറിക്കാരനെ പിടിക്കുമായിരിക്കും. നമ്മുടെ ഷെൽഫിൽ നമ്മൾ കാണും, എല്ലാ ബേക്കറിയിലും നല്ല പ്രസൻറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഫുൾ സാധനങ്ങൾ നമുക്ക് ബിസ്ക്കറ്റ് ആയാലും ശരി, പെസ്ട്രി ആയാലും ശരി, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കണം. പക്ഷേ ഇതൊക്കെ ഒരു റെഗുലർ ഡയറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ യങ് ഏജിൽ ക്യാൻസർ പ്രത്യക്ഷപ്പെടുന്നതും മറ്റു അസുഖങ്ങൾ വരാനുള്ള കാര്യം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു സാർ നമ്മുടെ മൊബൈൽ ഫോൺ, അതുപോലെ എയർപോർട്സ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ടും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണോ സാർ, ഈ ഫോൺ ആൻഡ് എയർപോർട്സ്?
മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ എയർപോർട്സ്. എയർപോർട്സ് ഒക്കെ ഒന്നും നമുക്ക് ഒരു രീതിയിലും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല. അത് നമുക്ക് എയർപോർട്ടിൻ്റെ കാര്യം എടുക്കാം. അതായത് നമ്മുടെ അകത്തേക്ക് വെക്കുന്ന അതിൻ്റെ അകത്തുള്ള അതിന് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ഹിയറിങ്ങിന് പ്രോബ്ലം ഉണ്ടാകും, വെച്ചാൽ ഡിസ്റ്റർബൻസ്. അത് ഈ ക്യാൻസറുമായിട്ടൊന്നും ബന്ധമില്ല. അതെന്ന് വെച്ചാൽ അത് എത്രയും ഹൈ സൗണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചത്. സോ അത് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ അതൊരു കാര്യം. ഇനി നേരെ മൊബൈൽ ഫോണിലേക്ക് വരാം. മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്നുള്ള വാക്ക് കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ എല്ലാവർക്കും പേടി വരുന്നത്. മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്ന് പറയുമ്പം, റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ അടിക്കുന്ന ഈ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ എല്ലാ എനർജിയും സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ വേവ്സ് ആണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോവേവ്, പിന്നെ ടെലിഫോൺ, നമ്മുടെ മൊബൈൽ ഇത്. അതിന് ശേഷം അതിങ്ങനെ വന്നതിന് ശേഷമാണ് വരുന്നത് നമ്മുടെ അൾട്രാ വയലറ്റ് റൈസ് വരും, പിന്നെ നമ്മുടെ ഈ വിസിബിൾ ലൈറ്റ് വരുന്നത്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, പിന്നെ മുകളിലോട്ട് വരുമ്പോഴാണ് എക്സ്റേ, ഗാമാറേ എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയും. അത് നമുക്ക് മേത്ത് വീണാൽ നമുക്ക് പിന്നെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. പക്ഷേ അതിൻ്റെ ഇങ്ങേയറ്റത്തുള്ള നമ്മുടെ വിസിബിൾ ലൈറ്റിലും താഴെയുള്ളതാണ് ഈ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ്. അത് ഒരു രീതിയിലും റേഡിയോ വേവ്സ് ആയത്, അതുപോലെ നമ്മൾ മൈക്രോവേവിന് ഉപയോഗിക്കുന്നത്, നമ്മുടെ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എല്ലാം ഈ വേവ്സ് ആണ്. അതൊരു രീതിയിലും നമുക്ക് ശരീരത്തിന്, കാരണം ഇതിന് നമുക്ക് DNA ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ സാർ, ഒരു മിത്താണോ സത്യമാണോ ഈ കീമോ ചെയ്താൽ മുടി വളരില്ല പിന്നെ എന്നൊരു കാര്യം? തിരിച്ചു വരും, എല്ലാം തിരിച്ചു വരും. നമ്മുടെ പിന്നെ ഏത് ടൈപ്പ് കീമോ ആണെങ്കിലും അതിൻ്റെ ടൈം ഗ്യാപ്പ് ഉണ്ട്. ഒരു 6 months കൊണ്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. സോ പ്ലാസ്റ്റിക് ബോട്ടിലെ റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എനിക്ക് താല്പര്യമുള്ളൊരു പിന്നെ റെക്കമെൻഡബിൾ ഒരു വസ്തുവല്ല. കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം പലതും നമുക്ക് നശിപ്പിക്കപ്പെടാൻ പറ്റത്തില്ലാത്ത, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ അടിഞ്ഞുകൂടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കഴിയുന്നതും പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഏത് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്, ആ പ്ലാസ്റ്റിക് പാത്രം അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു നമ്പർ ഉണ്ടാവും. ഈ 1 2 3 4 5 6 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നോക്കുക. അതിൻ്റെ അകത്ത് അവർ നമുക്ക് ഇത് പിന്നെ റീയൂസബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ചോദിച്ച കാര്യം, നമ്മുടെ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വെള്ളം വരുന്നത്, അത് ഒരു കാരണവശാലും നമ്മൾ റീയൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിനെ നമ്മൾ ഇപ്പം ഈ നമ്മുടെ ലോറിയെ കൊണ്ടുപോകുന്നുണ്ടല്ലേ, വെയിലത്ത് കൊണ്ടുപോകുന്നത്, അതൊരിക്കലും അങ്ങനെ വെയിലത്തൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ സിംഗിൾ യൂസ് നമ്മുടെ സോഡാസിൻ്റെ ആയാലും ശരി, വെള്ളത്തിൻ്റെ ആയാലും ശരി. കാരണം അതിൻ്റെ അകത്തേക്ക് ഈ ഉള്ള സാധനം എല്ലാം കൂടെ ലീച്ച് ചെയ്തിറങ്ങുന്ന പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ, കാരണം അതൊരു ലോ ക്വാളിറ്റി സാധനമാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ വെള്ളം പിടിച്ച് റീയൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് അത് കൂൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന പോലെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. അത് നമുക്കൊരു അൺഹെൽത്തി കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ സാറ് മെഡിസിൻ റിലേറ്റ് ചെയ്ത്, ഹെൽത്ത് കെയർ റിലേറ്റ് ചെയ്തൊക്കെ സംസാരിച്ചു. ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. സാറിൻ്റെ ഒരു ഡെയിലി ഡയറ്റ് എന്താണ്? കാരണം സാറിന് ക്യാൻസറെ പറ്റി, ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. സോ സാറിൻ്റെ ഒരു രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എടുത്താൽ സാറിൻ്റെ ഒരു ദിവസം ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡയറ്റിലേക്ക് വെച്ച് നമ്മൾ ഒരു ദിവസം ഇന്നതേ കഴിക്കൂ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുക്കാറില്ല. കാരണം അത് നമുക്കൊരു സ്ട്രെസ്ഫുൾ സംഭവമാണ്. അതായത് ഞാനിപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു പരീക്ഷ എഴുതുന്ന നമ്മളതിനെ ഒരിക്കലും നമ്മുടെ ഡയറ്റിനെ കാണാൻ പാടില്ല. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുന്ന. ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതായിരിക്കും നമ്മൾ. സാർ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിക്കാറുള്ളത്? അത് സാധാരണ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ആവാം. അത് പുട്ടാവാം, ദോശയാവാം, ഇടിയപ്പാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. അത് ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുക. കഴിക്കുക. നമ്മൾ അതിൻ്റെ അകത്തെ ആ പുട്ടിൻ്റെ സൈസ് ഇച്ചിരി കുറവായിരിക്കും, പക്ഷേ കറി കൂടുതലായിരിക്കും. ഓക്കെ. ഇനി ലഞ്ചിലേക്ക് വരികയാണെങ്കിലോ സർ? ലഞ്ചും റൈസ് പാർട്ട് കുറവായിരിക്കും, കറികളായിരിക്കും കൂടുതൽ. അതും ഇനി ഈ പറഞ്ഞ പോലെ റൈസ് കിട്ടിയില്ല, പൊറോട്ടയാണ് കിട്ടിയത്, ചപ്പാത്തിയാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണോ കിട്ടുക അത് ഞാൻ കഴിക്കും. ബട്ട് ഞാൻ അതിനകത്ത് ഇത്രയും മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതിൻ്റെ അകത്തെ കാർബ് കണ്ടന്റ് ലിമിറ്റ് ചെയ്യും. ബാക്കിയുള്ള ഫൈബർ, കറികൾ, പ്രോട്ടീൻ ഇത്രയും കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പം നമ്മളൊരു സദ്യക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് ഇപ്പം ഞാനിത് ഡയറ്റിലാണ്, ഞാനിത് കഴിക്കില്ല എന്ന് പറയത്തില്ല. നമ്മളതിനകത്ത് നിന്ന് നമ്മൾ ഇപ്പം തരുന്നതിനകത്ത് ആ അളവ് നോക്കിയിട്ട് ഇത്ര കുറയ്ക്കുക. നമുക്ക് വിശപ്പ് ഉണ്ടാവാൻ പാടില്ല. അതേസമയം നമ്മൾ ഹെൽത്തി ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കേരളത്തിലെ ഭക്ഷണം വളരെ ഹെൽത്തിയാണ്. നമ്മളതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇത്രയാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഫൈബർ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് അമിതമാവരുത്. ചോറ് കഴിക്കുകയാണെങ്കിൽ കഴിയുന്നതും തവിടോടുകൂടി കഴിക്കുക. ചപ്പാത്തി ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ
ഫുൾ, അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ സാധനങ്ങളായിരിക്കാൻ പ്രിഫർ ചെയ്യുക. ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കരുതെന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഉപയോഗിക്കാം, ബട്ട് അതൊരു റെഗുലർ ഹാബിറ്റ് ആക്കരുത്. ബേക്കറി കയറുന്ന കഴിയുന്നത്ര കുറയ്ക്കുക. പിന്നെ ഭക്ഷണം കഴിയുന്നത് നമുക്ക് 6 PM ശേഷം. ഇപ്പം എനിക്ക് പലപ്പോഴും നടക്കാറില്ല, ബട്ട് റെഗുലർ, കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ആ സമയത്ത് തീരത്തില്ല. അപ്പോൾ ആ നമ്മുടെ ഭക്ഷണം കഴിയുന്നതും അത്താഴം 6 PM കൊണ്ട് നിർത്തുക. അതാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ബാക്കി ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. ഈ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പോയി രാത്രി ബിരിയാണി ഒന്നും അടിച്ച് കിടക്കരുത്. സീരിയസ്ലി, കാരണം ഞങ്ങൾക്കൊക്കെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന സാർ ഒരു ദിവസം ഒന്നും കഴിക്കാണ്ട് നിൽക്കും, ഷൂട്ട് കഴിഞ്ഞ് പോയി 2 ബിരിയാണിയൊക്കെ ആയിരിക്കും ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കുന്നത്. കാരണം ആ സമയമാണ് നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യുന്നത്. അപ്പൊ സാർ ശരിക്കും ഡിന്നറിന് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണ്? അതാണ് ഞാൻ ഡിന്നർ നമ്മൾ ലൈറ്റ് ഡിന്നറാണ് ഓൾവേസ് പ്രിഫറബിൾ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതേ കഴിക്കുള്ളൂ നമ്മളൊരു സ്പെസിഫിക് എടുക്കാറില്ല. നമ്മളത് ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, റിഫൈൻ കാർബ് കിട്ടുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി അളവ് കുറച്ചേക്കും. ആണ്. അപ്പം രാത്രി കഴിയുന്നതും നേരത്തെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മളിപ്പോൾ പകലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഫുൾ കഴിച്ചാലും രാത്രിയിൽ ഒരു ഫുൾ ബിരിയാണി കഴിക്കാതിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ക്യാൻസർ ക്യാപിറ്റലാണ് കേരളം എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തുന്നതിൽ നിന്ന് മാറി ക്യാൻസർ ഫ്രീ ക്യാപിറ്റലാണ് കേരളം എന്ന് പറയാനായിട്ട് പറ്റട്ടെ, സാധിക്കട്ടെ. ഡോക്ടേഴ്സിനെ പോലുള്ളവരുടെ സഹായം എന്നും നമ്മളോടൊപ്പം ഉണ്ട്. ഇനി ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും നമ്മളാണ്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ബീങ് ഹിയർ ഓൺ ദ ഷോ. താങ്ക് യു സോ മച്ച്.